അബ്ദുറഹീമിന്റെ വധശിക്ഷ ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് സുരേഷ് ഗോപി. ഇളവ് വരുത്താനാകുമോ എന്ന് പരിശോധിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു. അംബാസഡറുമായി സംസാരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇടപെടലിൽ വലിയ പ്രതീക്ഷയുണ്ടെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. വിവരങ്ങളുമായി മനോജ് ഇരുന്നുണ്ട്. മനോജ്, അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിനെയും കൂടി ഉൾപ്പെടുത്തി സുരേഷ് ഗോപി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ലക്ഷ്മി, സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിൻ്റെ ഈ കാലാവധി അതിൽ ഇളവ് നൽകാൻ സാധിക്കുമോ, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഇതിനുവേണ്ട ഇടപെടൽ കൃത്യമായി ഉണ്ടാകുന്നുണ്ട്. ഈ അംബാസഡർമാരുമായി സംസാരിക്കുവാനും അവർക്ക് കൃത്യമായും വിവരങ്ങൾ കൈമാറുവാനും സാധിച്ചു എന്ന് തന്നെയാണ് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത്. ആദ്യം ഒമാൻ അംബാസഡറുമായി സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ അംബാസഡറിന് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇത് സംബന്ധിച്ച വിവരങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ അദ്ദേഹം കൈമാറിയിട്ടുണ്ട്. അതിൽ കൃത്യമായും ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത്. കാരണം ഈ സൗദി അറേബ്യയിലെ ഭരണകൂടത്തിൽ നിന്നും കൃത്യമായുള്ള ഒരു മറുപടി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സുരേഷ് ഗോപി. അതോടൊപ്പം ഈ അബ്ദുൾ റഹീമിൻ്റെ കാലാവധി, ശിക്ഷയുടെ ഇളവ് അല്ലെങ്കിൽ മറ്റ് കാലാവധി നീട്ടിക്കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് അവരുടെ കുടുംബവും. കാരണം ഒരു ചെയ്യാത്ത തെറ്റിനാണ് ഇത്തരത്തിൽ ശിക്ഷയിൽ വിധിക്കപ്പെട്ടത്, അതായത് ജയിൽവാസം അനുഭവിക്കുന്നത് എന്നുള്ള കാര്യമാണ് കുടുംബം ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അബ്ദുൾ റഹീമിന് വേണ്ടിയിട്ടുള്ള അയാളുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നത്. ആ ശ്രമങ്ങൾ നടക്കുമ്പോഴാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു ഇടപെടൽ കൂടെ ഉണ്ടാകുന്നത്. എന്തായാലും സൗദിയുമായി ഇന്ത്യക്കുള്ള ബന്ധവും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുമായുള്ള സൗദി ഭരണകൂടത്തിൻ്റെ ബന്ധവും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് സുരേഷ് ഗോപിയും. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള, അതായത് സൗദി ഭരണകൂടവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക ആ കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ള രീതിയിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയെ ഈ കാര്യം ബോധിപ്പിക്കുമ്പോൾ കൃത്യമായും ഇതിലെ യാഥാർത്ഥ്യം എന്തെന്ന് തിരിച്ചറിയാൻ സൗദി ഭരണകൂടത്തിനെ അത് പ്രേരിതമാകുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത്. പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ സൗദിയുമായി വലിയ ബന്ധം ഇപ്പോൾ ഈ കാലയളവിലൊക്കെ വലിയ ബന്ധമുണ്ട്. ആ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കൃത്യമായും ഒരു മലയാളിയായിട്ടുള്ള ഒരു യുവാവ് അവിടെ ജയിൽവാസം അനുഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ചെയ്യാത്ത തെറ്റിനാണോ ഇത്തരത്തിലൊരു വധശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത്, അതൊക്കെ തന്നെ സൗദി ഭരണകൂടത്തെ കൂടെ ചിന്തിപ്പിക്കുന്ന ഒരു ഘടകമായി മാറുമെന്ന് സംശയമില്ല. കാരണം എന്തായാലും ഈ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയും. അദ്ദേഹം കൃത്യമായും ഇതിനു വേണ്ട കാര്യങ്ങൾ അത് ധരിപ്പിക്കേണ്ടവരെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും ലഭിക്കുന്ന മറുപടി അനുസരിച്ചായിരിക്കും ഇനി അങ്ങോട്ടുള്ള തുടർ നടപടികൾ. എന്തായാലും ആ മറുപടിക്കായി കാത്തിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ഇടപെടൽ, നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് സുരേഷ് ഗോപിയും പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തെ ഈ വിവരങ്ങൾ കൈമാറിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇനി ഉള്ള ദിവസങ്ങളിലും ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും എന്ന് തന്നെയാണ് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത്. ലക്ഷ്മി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.